ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വട്ടപാത്രത്തിൽ കാഞ്ചനയെ കയറ്റി ഇവിടെ കൊണ്ടുവരണമെന്ന് കൂട്ടാളികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ജീവൻ. ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവതിയെ കൊന്നേക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും ഞാൻ തരും. എന്തായാലും പഴയ ജീവനല്ല ഞാൻ, ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ പുതിയൊരു ജീവനാണ് എന്നും പറഞ്ഞ് ഒരു ക്രൂരമായി നോക്കുകയാണ് അവർ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ജോലി കഴിയട്ടെ, കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചോളാം എന്താ വേണ്ടതെന്ന്, അപ്പം തന്നാൽ മതി. ശരി എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണം, നമ്മുടെ രാജേന്ദ്രൻ്റെ വീട്ടിലാണ്. രാജേന്ദ്രൻ ഇങ്ങനെ വാഷ് ബേസിൽ ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കും. മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരികയാണ് കേട്ടോ. അങ്ങനെ ബ്ലഡ് വരാൻ കാണുമ്പോൾ രാജേന്ദ്രൻ പെട്ടെന്ന് പേടിച്ച് മൂക്ക് പെട്ടെന്ന് തുടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഓടി വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മാലു അങ്ങോട്ട് വരുന്നത്. മാലു വന്നിട്ട് മാലുവിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന കാരണം രാജേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ മാലു നിൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കണേ? അല്ല, കാഞ്ചനയുടെ കല്യാണം അല്ലേ നാളെ, പോണോ? ഇന്നും പോകണം, നാളെയും പോകണം, അല്ലാതെ പറ്റില്ല. പിന്നെ എനിക്കാണെങ്കിൽ അവളെ കല്യാണത്തിന് പോകുന്നത് ഒരു താല്പര്യം തോന്നുന്നില്ല രാജേന്ദ്രേട്ടാ. അങ്ങനെ പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണ പാർട്ടിക്ക് പോകുന്നൊന്നും നീ വിചാരിക്കണ്ട. പിന്നെ മക്കളെ കാണാൻ പോകുന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. നമ്മൾ മഹേന്ദ്രനെയൊക്കെ നോക്കണ്ടേ? അത് വെച്ച് നോക്കുമ്പോൾ പോയല്ലേ പറ്റുള്ളൂ. കാഞ്ചനയോടുള്ള സ്നേഹം കൊണ്ടല്ല, അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞ് രാജേന്ദ്രൻ പറയാം. പിന്നെ നമ്മൾ പോണ കാര്യം മോഹിനി ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് പോകണമെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അവൾ ഒരു തരത്തിലും അറിയരുത്. ഞാൻ പറയില്ല. ശരി. അങ്ങനെ ഇവിടെ അങ്ങനെ അവർ എല്ലാവരും കൂടെ പോകാനായിട്ട് ഇരിക്കട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ കാഞ്ചനേനെ അവിടെ നിന്ന് വിളിക്കുകയാണ് നമ്മുടെ അനിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കാഞ്ചനെ നിനക്ക് ടെൻഷനുണ്ടോ? പലവണ്ണം മടിച്ചുകൊണ്ട് കാഞ്ചന ആ ഫോൺ എടുക്കുന്നത് തന്നെ. ടെൻഷനൊക്കെ ഉണ്ട്. അതല്ല, എൻ്റെ കൈയും കാലുമൊക്കെ വിറയ്ക്കുകയാണ്. നാളെ താലികെട്ട് മുടങ്ങുമോ എന്തോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അനിൽ. പെട്ടെന്ന് തന്നെ ഇവർ നാണക്കേടാവുമെന്തോ ആളുകളുടെ മുന്നിൽ. ഇപ്പോൾ കാഞ്ചന പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നാണക്കേടാവും എന്ന് മനസ്സിലാലോചിക്കുക കേട്ടോ. അപ്പോഴത്തേന് അനിൽ പറയണം, എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ, നാളെ താലി കെട്ടുന്ന കാര്യമൊക്കെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നൊക്കെ പറയാം. എനിക്കും ഉണ്ട് നല്ല ടെൻഷൻ എന്ന് അവരിങ്ങനെ സംസാരിച്ചിരിക്കണം. അത് കഴിഞ്ഞ് അനിലിൻ്റെ ചില കോമാളിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് കാഞ്ചനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാഞ്ചന പറയുന്നുണ്ട്, എന്നെ അങ്ങോട്ട് വിളിക്കുക, ഞാൻ പോട്ടെ. നില്ല ഒരു കാര്യം കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ലച്ചു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ലച്ചു വന്ന് വിളിക്കണം, കാഞ്ചനേച്ചി ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്, ഇവിടെ വന്നിരുന്നാൽ മതിയോ, വാ പുറത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാം. അങ്ങനെ അനിലേട്ടാ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് ഫോണും വെച്ചിട്ട് പോവാട്ടോ. അങ്ങനെ മാലുവും എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൗതവും അതുപോലെ തന്നെ അഖിലയും ഒക്കെ മുത്തശ്ശനും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാലു ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്തൊക്കെ ഒരു വല്ലായ്മ പോലെ ഒരു തമാശ പറഞ്ഞിട്ടും മാലു നമ്മുടെ ഗൗതത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, പിണക്കമൊന്നുമില്ല, പിന്നെ ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന തമാശയില്ലേ, അതുകൊണ്ടാവാൻ ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശനാണെങ്കിൽ എന്തായാലും നിങ്ങളെങ്ങനെ അവർ തമ്മിൽ പിണക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാണ് കേട്ടോ. ആ സമയത്താണ് പ്രഭാവതിയും മഹേന്ദ്രനും ഒക്കെ അങ്ങോട്ട് വരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ മാലുവിൻ്റെ മുഖത്തേക്ക് പ്രഭാവതി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മാലു നിനക്കിപ്പോഴും എന്നോട് പിണക്കമുണ്ടോ? പഴയ പിണക്കമൊന്നും മാറിയിട്ടില്ലെന്ന് ചോദിക്കണം. ഇല്ല, എനിക്ക് ഒരു പിണക്കവും ഇല്ല. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം അഖില പറഞ്ഞറിഞ്ഞത്, സന്തോഷമായി. അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശൻ പറയുക, പ്രഭ പഴയ പ്രഭയൊന്നുമല്ല, അവൾ ഒത്തിരി മാറിപ്പോയി, അവളിപ്പം നല്ല മിടിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ തന്നെ ഉടനെ അതല്ല, എന്തെങ്കിലും വിഷമോ ടെൻഷനോ എന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം രാജേന്ദ്രേട്ടാന്ന് പറയട്ടോ പ്രഭാവതി. അപ്പോൾ അയ്യോ ഞങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അവരെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു പ്രഭാവതി, നീ ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ വെറുതെ കരഞ്ഞുള്ള മേക്കപ്പ് കളയല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കിടക്കണം മീനുവാണ് കേട്ടോ. മീനുവാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. മീനുവാണല്ലോ ഇത് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അർജുനനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുത്തു ചാടി എന്തേലും ചെയ്ത് കളയും. അത് പേടിച്ച് എനിക്കൊന്നും പറയാനും പറ്റാത്ത ദൈവം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒക്കെ അങ്ങോട്ട് വരണുണ്ട്. അപ്പം അർജുനൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മീനുവിൻ്റെ മുഖം എന്താ വാടിയിരിക്കണമെന്ന് രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതാ ഞാനും അവളോട് ചോദിക്കണേ, എന്താ കാര്യമൊന്നും? ഒന്നുമില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മീനും വെറുതെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ അർജുൻ രാജേന്ദ്രനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മാമന് വല്ല ക്ഷീണം, ഭയങ്കരമായിട്ടിരിക്കണല്ലോ, മുഖമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്നത്, എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്കൊന്നുമില്ല മോനെ എന്ന് അയാൾ പറയുന്നുണ്ട്. ഇല്ല, എന്തോ പ്രശ്നമുണ്ട്, പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ക്ഷീണിച്ച്, വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല മോനെ, ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ എന്നാലും അർജുൻ ആ സംശയം വിടുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ പോകുമ്പോഴത്തേക്കും മീനുവിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മീനു എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയാം. അപ്പം അച്ഛൻ തന്നെ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, അവളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അവൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം. അങ്ങനെ മീനു അവിടെ നിന്ന് കുറച്ചുകൂടെ ചെന്ന് ഇനി നോക്കുമ്പോഴത്തേക്കിനും കാഞ്ചന ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര സന്തോഷവും കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മീനു മനസ്സിൽ വിചാരിക്കണം, ഈശ്വര എത്ര ഭംഗിയായിട്ടാണ് അവരിങ്ങനെ അഭിനയിക്കുന്നത്, നാളെ അനിലേട്ടൻ തന്നെ ഇവർ താലി കെട്ടണം. പക്ഷേ അമ്മയുടെ ജീവൻ, ദൈവമേ എൻ്റെ അമ്മയ്ക്കൊന്നും വരത്തില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവർ ടെൻഷനാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയി ബെഡിലിരിക്കുന്ന സമയത്ത് ജീവൻ വിചാരിക്കുന്നുണ്ട് ഇവർ തന്നെ ഒന്ന് വിളിക്കാമെന്ന്. അങ്ങനെ മീനുവിനെ ജീവൻ ഫോൺ വിളിക്കുക കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് ജീവൻ ചോദിക്കുന്നുണ്ട്, ആഘോഷമൊക്കെ പൊടി പൊടിച്ച് നടക്കുകയല്ലേ, നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ല നമ്മുടെ കാര്യം, പറയാൻ ഞാൻ പറഞ്ഞതാണ്, എന്നിട്ടും ഒന്നും പറഞ്ഞുമില്ല, കല്യാണം തടസ്സപ്പെടുത്തിയില്ല, നാളത്തെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടെ. അത് ശരി, നിങ്ങൾ എന്നിട്ട് ഇതൊക്കെ ആരോടും പറയാതെ ഓരോന്ന് ആലോചിച്ച് ഉരുക്കി തീരുകയാണല്ലേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്, എൻ്റെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്, നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മീനു അന്തം വിട്ടും പേടിച്ചുമൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നീ നാളെ ഈ കല്യാണം നടത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട, നീ നിൻ്റെ അമ്മയെ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും ശരി തന്നെ എൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്, അവരെ കൊന്നിരിക്കും ഉറപ്പ്. കല്യാണം നടത്തരുതെന്ന് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് പറയുക ജീവൻ, എനിക്കതിന് ബുദ്ധിമുട്ടാണ്, ഈ കല്യാണം നടത്തരുതെന്ന് ഇത്രയും അവസാന സമയമായിട്ട് മുത്തശ്ശനോടും അച്ഛനോടും ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് മീനു പറയട്ടോ. അപ്പോൾ ജീവൻ പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, ഇന്ന് രാത്രി തന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ആൾക്കാരവിടെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് കാഞ്ചനയെ അങ്ങോട്ട് വിട്ടാൽ മതി, അവർ ബാക്കി അങ്ങ് ചെയ്തോളും എന്ന് പറയാം. പിന്നെ നിങ്ങൾ തന്നെ കൊണ്ടുവിടണം. പിന്നെ അതുപോലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ രാത്രി കാഞ്ചനയുടെ റൂമിലേക്ക് ചെല്ല്, കാഞ്ചന തന്നെ പറയും എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം ഉണ്ടായാൽ പിന്നെ അറിയാലോ ജീവന്, അതുമാത്രം നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കല്യാണം നടത്താമെന്നുള്ള ചിന്ത മാത്രം വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ അമ്മായിയമ്മയെ കാണില്ല എന്നൊരു ഭീഷണി സ്വരവും കൂടെ വെച്ചിട്ടാണ് ജീവൻ ഫോൺ വെക്കുന്നത് കേട്ടോ. ഇത് കേട്ടിട്ട് മീനും സങ്കടത്തോടെയും വിഷമത്തോടെയും പരവേശത്തോടുകൂടിയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.